അൻവറിന് എങ്ങനെയെങ്കിലും കോൺഗ്രസിനുള്ളിൽ പിടിച്ചു കയറിയേ പറ്റൂ. നാവും ബുദ്ധിയും ശരിയല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് അത്യാവശ്യം നല്ല ശത്രുക്കളെ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ലീഗ് നേതൃത്വത്തിനുള്ളിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോൺഗ്രസുകാരും കൂടി ചവിട്ടി പുറത്താക്കിയാൽ അൻവറിന്റെ കാര്യം ഗുദാവഹ. അപ്പോൾ പിന്നെ എളുപ്പപ്പണി ആരെങ്കിലും ഒക്കെ കാലു പിടിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ കോൺഗ്രസിനുള്ളിൽ തൃണമൂലുമായി കയറി പറ്റുക എന്നുള്ളതാണ്. പൊതുവെ കോൺഗ്രസുകാർക്ക് ഇഷ്ടം അൻവർ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നതാണ്. അകത്തേക്ക് വലിച്ചു കയറ്റി ഇപ്പോൾ തന്നെ ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെയായി. ഇനി അതിനും മേലെ വലിച്ചു വെക്കാൻ കോൺഗ്രസുകാർക്ക് ലെവലേശം താല്പര്യമില്ല. അപ്പോഴാണ് അൻവറിന്റെ പിന്നാലെ അണികളെ കൂടി അതിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. എന്നാൽ അൻവറിന്റെ സംസാര വൈകല്യം കൊണ്ട് തന്നെ ലീഗ് നേതൃത്വം പൂർണ്ണമായും അൻവറിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിഞ്ഞിരുന്നു. അൻവർ അല്ല UDFന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതെന്നും ഏത് സ്ഥാനാർത്ഥിയെ UDF നിർത്തിയാലും ഐകകണ്ഠേന ലീഗ് നേതൃത്വം പിന്തുണ കൊടുക്കുമെന്ന് കൂടി പ്രഖ്യാപിച്ചതോടുകൂടി അൻവർ ആകെ വെട്ടിലായി. ഇനി കോൺഗ്രസിനുള്ളിലേക്ക് കയറണമെങ്കിലും ലീഗ് നേതൃത്വത്തിന്റെ വോട്ട് കൂടി പിടിച്ച് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് താൻ വലിയ പുലിയാണെന്ന തോന്നൽ കോൺഗ്രസുകാർക്ക് ഉണ്ടാക്കണമെങ്കിലും അൻവറിന്റെ കാര്യം വലിയ പരുങ്ങലിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ലീഗ് നേതൃത്വത്തിന്റെ കാല് പിടിക്കാൻ തയ്യാറായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അൻവർ. മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ PV അൻവറിന്റെ നീക്കം. കൂടിക്കാഴ്ചയ്ക്ക് അൻവർ അനുമതി തേടി. TMCയെ മുന്നണിയിലെടുക്കുന്ന കാര്യം UDFൽ ചർച്ച ചെയ്യുമെന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയത്. ഇന്ന് കൂടിക്കാഴ്ച നടത്താനാണ് PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരുടെ അനുമതി തേടിയത്. എന്നാൽ മുൻ നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ അൻവറിനെ കാണാൻ കഴിയില്ല എന്നിവർ പറഞ്ഞതായാണ് അൻവർ പറയുന്ന വിവരം. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകളെയും പരിഗണിക്കണമെന്ന് മലപ്പുറം DCC ജനറൽ സെക്രട്ടറി പറയുന്നു. അവസരം നൽകാതെ കഴിവ് തെളിയിക്കാൻ കഴിയില്ല. സഭയുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്നയാളാണ് താനെന്നും മതേതര വോട്ടുകൾ നേടാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടെന്നും മലപ്പുറം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കോൺഗ്രസിൽ ധാരണയായിരുന്നു. മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. കോൺഗ്രസ് നേതാക്കളും PV അൻവറും തമ്മിൽ ഇന്നലെയാണ് കൂടിക്കാഴ്ച നടത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവരാണ് PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത്. പുറത്തേക്ക് വന്നവരുടെ ഒന്നും മുഖം സന്തോഷം നിറഞ്ഞതും ആയിരുന്നില്ല. 1 മണിക്കൂറിലധികം നീണ്ട ചർച്ചയിൽ PV അൻവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. കോൺഗ്രസ് നേതാക്കളും മുന്നണി പ്രവേശനം സംബന്ധിച്ച വിഷയത്തിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ തുടർ ചർച്ചകൾ ഉണ്ടാവും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തൽക്കാലം സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി എന്നാണ് ഇരു കൂട്ടരും പറയുന്നത്. മുന്നണി പ്രവേശനം സംബന്ധിച്ച് UDFൽ ഉൾപ്പെടെ തുടർ ചർച്ചകൾ നടക്കും. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ. അങ്ങനെ മുട്ടി ലീഗിന്റെ വാതിൽ ഒന്ന് തുറപ്പിച്ച് അകത്തു കയറി ആരും കാണാതെ കാലു പിടിച്ചെങ്കിലും അൻവറിന് ലീഗ് നേതൃത്വത്തെ കൂടെ നിർത്തിയേ മതിയാവും. പക്ഷെ ആരുടെയൊക്കെ കാല് പിടിച്ചിട്ടാണേലും അൻവറിന്റെ കസേര ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ മറ്റു കസേരകളുടെ കാലിന്റെ ആണി ഊരാൻ പാകത്തിൽ ആയുധം അൻവർ കരുതി വെച്ചിട്ടുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കോൺഗ്രസുകാർക്ക് ഇനി അനുഭവിക്കുക തന്നെ, വേറെ വഴിയില്ല. ഗതികേട് എന്നല്ലാതെ എന്തു പറയാൻ.